നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ ആഴ്ച ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് ചോദിച്ചാൽ മാഡ്രിഡ് ഡെർബി. എല്ലാവരും കാത്തിരിക്കുകയാണ് മാഡ്രിഡ് ഡെർബിക്കായി. റയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ മെട്രോപൊളിറ്റനിൽ ഏറ്റുമുട്ടുമ്പോൾ ഒരു തീവറക്കുന്ന പോരാട്ടം പ്രതീക്ഷിക്കുകയാണ്. ഒരു പക്ഷേ സൂപ്പർ താരങ്ങളെയൊക്കെ കൊണ്ടുവന്ന് റയലായിരിക്കും കൂടുതൽ ശക്തമായ ടീം എന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത്. എന്നാൽ റൗൾ ഗാർഷ്യ പറയുന്നു, ഇപ്പോൾ എംബാപ്പയെ പണം കൊടുത്ത് നിങ്ങൾ സൈൻ ചെയ്തു എന്നുള്ളത് കൊണ്ട് റയൽ മാഡ്രിഡിന് ഏറ്റവും ബെസ്റ്റ് ടീമുണ്ട് എന്ന അർത്ഥമില്ല. എല്ലാം തീരുമാനിക്കുന്നത് പണമല്ല, അങ്ങനെ പണം കൊണ്ടെല്ലാം തീരുമാനിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് റൗൾ ഗാർഷ്യ, മുൻ അത്ലറ്റിക്കോ മാഡ്രിഡ് ഇതിഹാസമായിട്ടുള്ള അത്ലറ്റിക്കോ മാഡ്രിഡ് ഐക്കനായിട്ടുള്ള റൗൾ ഗാർഷ്യയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ മാർക്കസ് മെർഹുലാവോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, തീർച്ചയായിട്ടും ഈ മാഡ്രിഡ് ഡെർബി എന്ന് പറയുന്നത് വളരെയധികം ആവേശത്തോടു കൂടി കളിക്കപ്പെടുന്ന ഒന്നാണ്. ഞാൻ ഒരുപാട് ഡെർബികൾ പല ക്ലബ്ബുകളിൽ കളിക്കുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മാഡ്രിഡ് ഡെർബി എന്ന് പറഞ്ഞാൽ രണ്ട് ബെസ്റ്റ് സപ്പോർട്ടഡ് ടീംസ്, ഒരേ സിറ്റിയിൽ നിന്നുള്ള രണ്ട് ബെസ്റ്റ് സപ്പോർട്ടഡ് ടീംസ് തമ്മിലുള്ള പോരാട്ടമാണ്. നോക്കുക, ആ ഒരു റിവൽറി വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇപ്പോൾ കളിക്ക് മുമ്പ് തന്നെ, ആഴ്ചകൾക്ക് മുമ്പ് തന്നെ നിങ്ങൾക്കൊരു ഫീല് വരും, ആ ഒരു വമ്പൻ മത്സരം നമ്മുടെ തൊട്ടരികിലുണ്ട് എന്നൊരു ഫീല് വരും. അതൊരു സ്പെഷ്യൽ ഒക്കേഷനാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ വലിയ താരങ്ങളെ സൈൻ ചെയ്യുക എന്നുള്ളത്, ഫോർച്യുനേറ്റ്ലി നോട്ട് എവറിത്തിങ് ഈസ് എബൌട്ട് മണി, നോട്ട് എവറിത്തിങ് ഈസ് എബൌട്ട് ഫൈനാൻസസ്. നോക്കുക, നിങ്ങൾക്ക് വമ്പൻ താരങ്ങളെ സൈൻ ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം ടീം ബെറ്ററാക്കാൻ കഴിയില്ല. റയൽ ഇപ്പോൾ എംബാപ്പയെ സൈൻ ചെയ്തിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം, ലീഡിങ് പ്ലേയേഴ്സിൽ ഒരാളാണ് അദ്ദേഹം. പക്ഷേ അതുകൊണ്ട് റയലിന് ബെസ്റ്റ് ടീമുണ്ട് എന്ന ഗ്യാരണ്ടി ഒന്നുമില്ല. ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്, വളരെ സ്ട്രോങ് ടീം, ഒരു ടീം എന്ന നിലയിലുള്ള ശക്തി, അതുപോലെ തന്നെ കോച്ചിലുള്ള വിശ്വാസം, എതിരാളികളുടെ ലെവലിൽ കളിക്കാനുള്ള കഴിവ്, ഇതൊക്കെയാണ് ഒരു ടീമിനെ കൂടുതൽ കരുത്തുറ്റതാക്കി മാറുന്നത്. പിന്നെ ഡിയോഗോ സിമയോണിയുടെ കാര്യം, അദ്ദേഹം കാം എന്നുള്ളൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ നിഘണ്ടുവിലില്ല. ശാന്തനായിരിക്കുക, അത് പ്രത്യേകിച്ച് മാഡ്രിഡ് ഡെർബി വരുമ്പോൾ അങ്ങനെ കാമായിട്ടിരിക്കാൻ അദ്ദേഹത്തെ കിട്ടില്ല. അദ്ദേഹം വളരെ പാഷനേറ്റ് ഗൈയാണ്, വളരെ ഹാർഡായിട്ട് വർക്ക് ചെയ്യും. താരങ്ങളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് പുറത്തെടുക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിന് അറിയാം. ഇപ്പോൾ റയൽ മാഡ്രിഡിനെതിരെ കളിക്കുമ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിന് കൂടുതലൊരു മോട്ടിവേഷൻ്റെ കാര്യമില്ല. കാരണം അവർക്കറിയാം ആ കളിയുടെ ഒരു പ്രാധാന്യം. എല്ലാ മാനേജേഴ്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ടാവും. പ്രത്യേകിച്ച് ഇത്തരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ മത്സരങ്ങളിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാനും കഴിയും എന്നാണ് ഇപ്പോൾ റൗൾ ഗാർഷ്യ പറയുന്നത്. എന്തായാലും റയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിലുള്ള ആ തകർപ്പൻ പോരാട്ടത്തിനായിട്ട്, മാഡ്രിഡ് ഡെർബിക്കായിട്ട് ഫുട്ബോൾ ലോകം കാത്തിരിക്കുകയാണ്. മെട്രോപൊളിറ്റനോയിൽ തീവറക്കുമെന്ന കാര്യം ഉറപ്പാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെ എത്താം.